സിയോൺ ക്ലാസിക്സ് ടിവി ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം. നൈജീരിയയിൽ ക്രിസ്മസിന് നടന്ന കൂട്ടക്കൊലയിൽ 47 ക്രൈസ്തവർ മരിച്ചു. പുറം ലോകം അറിഞ്ഞത് ഒരു മാസത്തിന് ശേഷം. അബൂജ. ലോകമെമ്പാടും ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന പീഡനങ്ങൾ വേണ്ടത്ര മാധ്യമ ശ്രദ്ധ ലഭിക്കാതെ പോകുന്നതിന്റെ അവസാന ഉദാഹരണമായി നൈജീരിയ. ഇക്കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ നൈജീരിയയിൽ നടന്ന ക്രൈസ്തവ കൂട്ടക്കൊല പുറം ലോകം അറിഞ്ഞത് ഒരു മാസത്തിന് ശേഷമാണ്. പൊന്തിഫിക്കൻ സന്നദ്ധ സംഘടനയായ എയ്ഡ് ടു ദി ചർച്ച് ഇൻ നീഡിനെ ഉദ്ധരിച്ച് പ്രമുഖ കത്തോലിക്ക മാധ്യമമായ അലീറ്റിയ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നൈജീരിയയിലെ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന പീഡനത്തിന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ കാര്യമായ പരിഗണന ലഭിക്കുന്നില്ല എന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് വിഷയം പുറലോകം അറിയുന്നതിന് വന്ന കാലതാമസം ചൂണ്ടിക്കാട്ടുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ബെന്യു സ്റ്റേറ്റിലെ ഗ്ബോക്കോ രൂപതയിലാണ് ക്രിസ്മസ് ദിനത്തിൽ ആക്രമണമുണ്ടായത്. അജ്ഞാതരായ ഒരു സംഘം ആക്രമികൾ അൻവാസെ പട്ടണത്തിൽ റെയ്ഡ് നടത്തി പ്രാദേശിക ഇടവകയിലെ 47 ക്രൈസ്തവരെ ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. കടുത്ത ആക്രമണത്തിൽ മുതിർന്നവരുടെയും കുട്ടികളുടെയും ജീവൻ നഷ്ടമായെന്ന് ACN റിപ്പോർട്ട് ചെയ്യുന്നു. സെന്റ് മേരീസ് ഇടവക പള്ളി, ക്ലിനിക്, സ്കൂൾ കെട്ടിടങ്ങൾ, ഇടവക ഭവനം എന്നിവയുൾപ്പെടെ 8 കെട്ടിടങ്ങളാണ് ആക്രമണങ്ങളിൽ കത്തിനശിച്ചെന്ന് കാരിത്താസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഏശയ്യാട്ടർ പറഞ്ഞു. ഏത് ഗ്രൂപ്പാണ് ആക്രമണത്തിന് ഉത്തരവാദികളെന്ന് റിപ്പോർട്ടിൽ വ്യക്തമല്ലെങ്കിലും ഫുലാനി ഹെഡ്മാനാണെന്നാണ് സൂചന. വടക്ക് മുസ്ലിം ഭൂരിപക്ഷവും തെക്ക് ക്രൈസ്തവർ ഭൂരിപക്ഷവുമായ നൈജീരിയയുടെ മധ്യഭാഗത്തായാണ് ബെന്യു സംസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ഗ്ബോക്കോ രൂപതയുടെ ഈ അടുത്തിടെയാണ് ഇത്രയും വലിയ ആക്രമണം അരങ്ങേറുന്നത്. ക്രിസ്മസ് ആക്രമണത്തിന് മുൻപ് 2024 100 കൊലപാതകങ്ങൾ പോലും നടന്നിട്ടില്ലെന്ന് രൂപത അറിയിച്ചു. 2024 നൈജീരിയൻ 7000-ഓളം ആളുകൾ ആഭ്യന്തരമായി കുടിയൊഴിക്കപ്പെട്ടിരുന്നു. അടുത്തിടെ ഓപ്പൺ ഡോഴ്സ് പുറത്തിറക്കിയ ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെ ഏറ്റവും പീഡനങ്ങൾ അരങ്ങേറുന്ന ആഗോള രാജ്യങ്ങളുടെ പട്ടികയിൽ 7ാം സ്ഥാനത്താണ് നൈജീരിയ. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.